പാചകവാതക പ്രതിസന്ധിയൊക്കെ അപ്പൊ അങ്ങയുടെ വകുപ്പ് കൂടി ആയതുകൊണ്ട് തന്നെ അത് തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമാക്കാൻ പറയുന്ന കേട്ടാ തോന്നും അവിടെയൊക്കെ ബോംബ് ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ വകുപ്പാണെന്ന് തോന്നും. ബെസ്റ്റ്. അല്ല മിസ്റ്റർ ജി, എന്താണ് താങ്കൾ പ്രതിനിധീകരിക്കുന്ന വകുപ്പ് എന്നതിനെ കുറിച്ച് അങ്ങേക്ക് വല്ല വിവരമുണ്ടോ? കേന്ദ്ര പ്രകൃതി വാതകം പെട്രോളിയം ടൂറിസം വകുപ്പ് സഹമന്ത്രി. നിലവിൽ ഇതാണ് നിങ്ങൾ. വെറുതെ ആ കസേരയിലങ്ങ് കയറിയിരുന്നതല്ല. ജനങ്ങൾ വോട്ട് ചെയ്തല്ലേ അങ്ങോട്ട് വിട്ടത്. അപ്പോൾ രാജ്യം നേരിടുന്ന പാചകവാതക പ്രതിസന്ധിയിൽ ചോദ്യങ്ങൾ ഉയരും. അതിന് ഇതുപോലുള്ള മുടന്തൻ ന്യായങ്ങൾ നിരത്തുന്നത് ശരിയാണോ? അല്ലെങ്കിലേ നിങ്ങളുടെ നിലപാട് കൊണ്ടും രാജാ പാർട്ടി ശൈലി കൊണ്ടും കലിങ്ക് ചർച്ചകൾ കൊണ്ടും ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പാചകവാതക പ്രതിസന്ധി ഓരോ ദിവസം ചെല്ലും തോറും അതിരൂക്ഷമായി തുടരുന്നു. രാജ്യമെങ്ങും ഹോട്ടലുകൾക്ക് ഒന്നൊന്നായി പൂട്ട് വീഴാണ്. ചിലർ മറ്റിടങ്ങളിൽ പാചകം ചെയ്ത് നിലനിൽക്കാൻ ശ്രമം നടത്തുന്നു. ഇതൊന്നും നിങ്ങൾ കാണുന്നില്ല, അതാണ് വസ്തുത. അതുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ വിറളി പിടിക്കുന്നതും ഇതുപോലെ മുടന്ത ന്യായങ്ങൾ നിരത്തുന്നതും. ഇതുവരെ പാചകവാതക പ്രതിസന്ധിയിൽ പരിഹാരം കാണാൻ കേന്ദ്രത്തിന് സാധിച്ചിട്ടുണ്ടോ? ഇത്രയും ഗുരുതരമായ അവസ്ഥയിൽ പോലും യുദ്ധ സാഹചര്യം മുൻകൂട്ടി കണക്കിലെടുത്ത് കരുതൽ ശേഖരം വർദ്ധിപ്പിക്കുകയോ ദേശീയ ഉൽപാദനം ശക്തിപ്പെടുത്തുകയോ വൈവിധ്യമാർന്ന ഊർജ ഉറവിടങ്ങൾ ഉറപ്പാക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഉത്തരം കിട്ടാതെ വരുമ്പോൾ ചോദിക്കുന്നവന് നേരെ വിരൽ ചൂണ്ടുന്നത് കേരളത്തിൽ ചെലവാകില്ല മിസ്റ്റർ. ചോദ്യങ്ങൾ ഇനിയും ഉയരുക തന്നെ ചെയ്യും. ഈ പാചകവാതക പ്രതിസന്ധിയുടെ കാര്യം സൈഡിലൂടെ ഇന്ധനവില വർദ്ധിപ്പിച്ചത് ചോദിച്ചാൽ പിന്നെ ജിക്ക് മൗനം മാത്രം. ഇനി അങ്ങയുടെ അറിവിലേക്ക് കുറച്ച് ചരിത്രം പറഞ്ഞുതരാം. ഇന്ന് രാജ്യത്ത് അനുഭവപ്പെടുന്ന ഗുരുതരമായ ഊർജ പ്രതിസന്ധിക്ക് വഴിവെച്ചത് അമേരിക്കൻ താല്പര്യങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് കോൺഗ്രസും BJPയും നയിച്ച കേന്ദ്ര സർക്കാരുകളാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം ഈ പ്രതിസന്ധിയെ ആഴത്തിൽ ബാധിച്ചു. 2006 ഇന്ത്യ ഇറാൻ വാതക പൈപ്പ് ലൈൻ പദ്ധതിയിൽ നിന്നും പിന്മാറിയ ചരിത്രപരമായ പിഴവ് എന്നെ സൂചിപ്പിക്കാനാകും. അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് അന്ന് ഈ പദ്ധതി ഉപേക്ഷിച്ചിട്ടത്. ഇന്ത്യ ഇറാൻ വാതക പൈപ്പ് ലൈന് വേണ്ടി നിലപാടെടുത്തത് എന്ന ഒറ്റ കാരണം കൊണ്ട് അന്നത്തെ കേന്ദ്ര പെട്രോളിയം മന്ത്രിയായ മണിശങ്കർ അയ്യരെ 2006 ആ സ്ഥാനത്ത് നിന്ന് കോൺഗ്രസ് അങ്ങോട്ട് നീക്കി. എന്നിട്ട് കോർപ്പറേറ്റുകളുടെ അടുപ്പക്കാരനായ മുരളി ദേവ്രയെ പെട്രോളിയം മന്ത്രി സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. സ്വകാര്യ കോർപ്പറേറ്റ് താല്പര്യങ്ങളായിരുന്നല്ലോ ഇരുകൂട്ടരുടെയും പ്രധാനം. തുടർന്നുണ്ടായ നയപരമായ മാറ്റങ്ങൾ രാജ്യത്തിന്റെ ഊർജ സ്വയം പര്യാപ്തതയെ ശക്തിപ്പെടുത്തുന്നതിന് പകരം കോർപ്പറേറ്റ് കേന്ദ്രീകൃത സമീപനങ്ങളിലേക്ക് വഴിവെച്ചു. ഇന്ന് BJP ഭരണത്തിൽ ഒരു സ്വകാര്യ ഊർജ കമ്പനിക്ക് ലഭിച്ച അമിതമായ പ്രാധാന്യവും സൗകര്യങ്ങളും നമ്മൾ ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കണം. അമേരിക്കയിൽ പോലും പതിറ്റാണ്ടുകൾക്ക് ശേഷം ലഭിച്ച പുതിയ എണ്ണ ശുദ്ധീകരണ അനുമതി ഇന്ത്യൻ സ്വകാര്യ കമ്പനിക്കാണ് ലഭിച്ചതെന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട് കേട്ടോ. ഏറ്റവും ഒടുവിൽ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ പോലും അമേരിക്കൻ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങിക്കൊടുക്കുന്ന ഇന്ത്യയാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് എന്തുണ്ടായി? അന്താരാഷ്ട്ര വിപണികളോട് അമിതമായ ആശ്രിതത്വം മൂലം ഇന്ധനവില വർധനയും വിതരണ അനിശ്ചിതത്വവും രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളെയും വ്യവസായ മേഖലയും കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു. എന്നിട്ട് അതിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ക്ഷോഭിച്ചിട്ട് കാര്യമില്ല മിസ്റ്റർ ജി. ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. അടുക്കള ഇനി പുകയില്ലെന്ന് പറഞ്ഞപ്പോ സത്യം പറയാലോ ഇത്രയ്ക്ക് അങ്ങോട്ട് നിരീക്ഷിച്ചില്ല. ജി വാക്ക് വലിച്ചു കളഞ്ഞല്ലോ. ഇതൊക്കെ ജനങ്ങൾ കാണാൻ കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒക്കത്തിനും വൈകാതെ മറുപടി വരും. കിട്ടും കിട്ടും കിട്ടും, വൈകാതെ കിട്ടും. കിട്ടാതെ എവിടെ പോവാനാണ്?